കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരേക്ക് വരുന്നത് ഇന്ന്. പക്ഷെ കണ്ണൂർ പുതിയ സ്ഥലമല്ല. വിദ്യാർത്ഥി കാലം മുതൽ 70കളുടെ പകുതി മുതൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. മാതാപുരത്തെ MLA ആയിരുന്ന 10 കൊല്ലക്കാലം തലശ്ശേരി, പാനൂർ തുടങ്ങിയ കണ്ണൂരിലെ പല ഭാഗങ്ങളുമായിട്ടും ദൈനംദിന ബന്ധമുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ട് കണ്ണൂരിലെ പൊതുജീവിതവുമായിട്ട് സാമാന്യമായിട്ട് ബന്ധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. അതിനെപ്പറ്റി പറയാനുണ്ട്. ഈ മീഡിയ പ്രസിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു പൊതു രാഷ്ട്രീയ പ്രശ്നമാണ്. രാഷ്ട്രീയം തന്നെയാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് രാഷ്ട്രീയം പറയാൻ ഭയപ്പെടുന്നു. രാഷ്ട്രീയം ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഭയപ്പെടുന്നു. തിരഞ്ഞെടുപ്പിനെ പോലും രാഷ്ട്രീയം ഒഴിച്ച് ബാക്കി എന്താക്കാനും അവർക്ക് മടിയില്ല. 2024 നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ അരങ്ങാണ് ഒരുക്കാൻ പോകുന്നത്. ആ സമരത്തിൽ മോദി ഗവൺമെൻറ്റിൻ്റെ ഏകദേശം 10 കൊല്ലക്കാലം വിചാരണ ചെയ്തു ജനങ്ങളാൽ. ആ വിചാരണയിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് തെളിഞ്ഞ ബോധ്യമുള്ള മോദി ഗവൺമെൻറ്റും അതിൻ്റെ പുറകിലെ ബുദ്ധിശാലിയായ RSS പൊതു രാഷ്ട്രീയത്തെ മുഴുവനും രാഷ്ട്രീയം ചോർത്തുപോയ ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആ നയങ്ങളെപ്പറ്റി പറയുമ്പോൾ, ഘട്ടങ്ങളെപ്പറ്റി പറയുമ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡ്സ് സാമാന്യം വലിയ പൂജ്യമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം അത് പറയാൻ ഭയപ്പെടുകയാണ്. അങ്ങനെയാണ് അവർ തപ്പി വീണ്ടും ശ്രീരാമനെ തന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നത്. ശ്രീരാമൻ ഒരു രാഷ്ട്രീയക്കാരനല്ല. ഇന്ത്യയിലെ യഥാർത്ഥ വിശ്വാസികൾ ഉറപ്പിച്ച് പറയാൻ നേരമായിരിക്കുന്നു. അധികാര രാഷ്ട്രീയത്തിൻ്റെ ഈ ഇടുങ്ങിയ ഗളികളിലേക്ക് ശ്രീരാമനെ പോലൊരു ഇതിഹാസ പുരുഷനെ വിശ്വാസികൾക്ക് അദ്ദേഹം എല്ലാമാണ്. അദ്ദേഹത്തെ വിളിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ മതവിരുദ്ധമാണ്. മതത്തിൻ്റെ വഴിയല്ല അത്. രാമായണം കോടാനുകോടി ഇന്ത്യക്കാരുടെ ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ്. BJP ഇപ്പോൾ രാമായണത്തെ BJPയുടെ മാനിഫെസ്റ്റോയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ശ്രീരാമനെ BJPയുടെ ഒരു വോട്ട് അപേക്ഷകനാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കട്ടായമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ വിശ്വാസികളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, ആ പോക്ക് തെറ്റാണ്. ശ്രീരാമൻ രാഷ്ട്രീയക്കാരനല്ല. രാമായണം ഒരു പാർട്ടിയുടെയും മാനിഫെസ്റ്റോ ആകാൻ പാടില്ല. ശ്രീരാമനെ പോലെയുള്ള ഒരു ദൈവത്തെയും ഒരു പാർട്ടിയുടെയും വോട്ട് ക്യാൻവാസറാക്കി മാറ്റാൻ ശ്രമിക്കാൻ പാടില്ല. അതാണ് BJP ചെയ്യുന്നത്. അയോധ്യ കഴിഞ്ഞാൽ മുദ്രാവാക്യം ഉണ്ടല്ലോ, കാശി മഥുര ബാക്കി ഹൈ. അതാണ് ഞാൻ വ്യാപി മോസ്കിൻ്റെ വിവാദം ഇപ്പം തന്നെ കൊണ്ട് സുപ്രീം കോടതി സ്റ്റേ ഉള്ളത് കൊണ്ട് തൽക്കാലം അടങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് അവർ കരുതി വച്ചിട്ടുണ്ട്. വിശ്വാസ ലോകം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അതാണ് ശങ്കരാചാര്യന്മാർ ഓരോരുത്തരായി പറയുന്നത്, മോദിയുടെ ഈ പോക്ക് വിശ്വാസപരമായും തെറ്റാണ്. അവരെല്ലാം ഉന്നയിച്ച വിശ്വാസപരമായ, അനുഷ്ഠാനപരമായ, ആചാരപരമായ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഞങ്ങൾ മാത്രമല്ല ഇത് പറയുന്നത്. മോദിയേക്കാൾ 10 മടങ്ങ് വിശ്വാസത്തിൻ്റെ മേഖലയിൽ ആധികാരികത്വമുള്ളവർ, മതത്തെയും ദൈവത്തെയും വ്യാഖ്യാനിക്കാൻ മതപരമായി തന്നെ കെൽപ്പുള്ള ആളുകൾ
അവർ തന്നെ പറയുകയാണ് ഓരോരുത്തരായി, ഈ കാട്ടിക്കൂട്ടുന്നത് ഒന്നും വിശ്വാസത്തിൻ്റെ കണ്ണാടിയിൽ കൂടെ നോക്കിയാൽ നീതീകരിക്കപ്പെടുന്ന കാര്യമല്ല എന്നാണ് അവരെല്ലാം പറയുന്നത്. അതേപ്പറ്റി ശ്രീ മോദിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. ആരായിരിക്കും അയോധ്യയിലെ മുഖ്യ പൂജാരി? ആരായിരിക്കും? അവിടെ ശിരസ്ഥാപിച്ചത് പ്രധാനമന്ത്രിയായിരുന്നു. അവിടെ കുറേ പേരുണ്ടായിരുന്നു പൂജാരിമാർ. അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ശിരസ്ഥാപിച്ചത് ഒരു സെക്യുലർ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു. ആ പ്രധാനമന്ത്രിക്ക് അറിയില്ല എന്താണ് സെക്യുലർ രാഷ്ട്രമെന്ന്. ആ പ്രധാനമന്ത്രിക്ക് അറിയില്ല എന്താണ് സെക്യുലർ വാല്യൂസ് എന്ന്. അദ്ദേഹം ശിരസ്ഥാപിച്ചു. 22-ാം തീയതി അദ്ദേഹം ഇതുപോലെ തന്നെ ചെയ്യാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം തന്നെ ആയിരിക്കും മുഖ്യ പൂജാരിയാകാൻ പോകുന്നത്.